ഹായ് ഹലോ വെൽക്കം ടു റിംസ് ടോക്ക് സിനിമാസ്. ജിയോ ബേബിയുടെ സംവിധാനത്തിൽ 2023 റിലീസായ കാതൽ ദ കോർ എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മാത്യു ദേവസി തൻ്റെ ഭാര്യ ഓമന, മകൾ ഫെന്നി, അച്ഛൻ ദേവസി എന്നിവർക്കൊപ്പം മാന്യമായി ജീവിക്കുകയാണ്. അച്ഛൻ ദേവസി CRP പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് മാത്യുവിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തൻ്റെ ഭാര്യ ഓമന തനിക്കെതിരെ വിവാഹമോചന ഹർജി നൽകിയിട്ടുണ്ടെന്ന് മാത്യു മനസ്സിലാക്കുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. മമ്മൂട്ടി, ജ്യോതിക എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. സിനിമയുടെ തുടക്കത്തിൽ മാത്യുവും ഓമനയും പള്ളിയിൽ കുർബാന കൂടുന്നതാണ് കാണിക്കുന്നത്. നാട്ടിലെ സഹകരണ ബാങ്കിലെ മാനേജറായി റിട്ടയർഡ് ആയിരിക്കുകയാണ് മാത്യു ദേവസി. അതുകൊണ്ട് തന്നെ മുഴുനീള പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ് അയാൾ. കുർബാന കഴിഞ്ഞ് മാത്യു പാർട്ടിക്കാരോടൊപ്പം പോകുന്നു. ആ സമയം മറ്റൊരു നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മകൾ ഫെന്നി അതുവഴി വരുന്നു. മെഴുകുതിരി കത്തിക്കുകയായിരുന്ന ഓമനയോട് അച്ഛനെപ്പറ്റി തിരക്കുന്നു. മാത്യു സിബിൻ്റെ കൂടെ കാറിൽ സഞ്ചരിക്കുകയാണ്. മാത്യു ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്യുവിനെ ഇലക്ഷന് നിർത്തിയാൽ എന്തായാലും വിജയിക്കുമെന്ന് പാർട്ടി കരുതുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടിയാണ് സിബിൻ മാത്യുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഒരു പെൺകുട്ടിക്ക് വീട്ടിലെ ജോലിക്കാരനോട് പ്രണയം. അവളുടെ അച്ഛൻ ഇതിനെ എതിരെ നിൽക്കുന്നു. മാത്യു പെൺകുട്ടിയോടും അവളുടെ കാമുകനോടും സംസാരിക്കുന്നു. അവർ രണ്ടുപേരും ഗൗരവത്തിലാണ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് മാത്യു മനസ്സിലാക്കുന്നു. രണ്ടുപേരും പ്രായപൂർത്തിയായവർ, രണ്ടുപേർക്കും ജോലിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കോടതിയിൽ പോയാലും നിയമം അവർക്കനുകൂലമായിട്ടേ നിൽക്കൂ. അതിനാൽ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ മാത്യു പെൺകുട്ടിയുടെ അച്ഛനോട് പറയുന്നു. സിനിമയിലെ മറ്റൊരു കഥാപാത്രമാണ് തങ്കൻ. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന തങ്കൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. തങ്കൻ്റെ കൂടെ സഹോദരിയുടെ മകനുമുണ്ട്, കുട്ടപ്പായി. സഹോദരി രണ്ടാമതൊരു വിവാഹം കഴിച്ച് മാറി താമസിക്കുകയാണ്. അതിലൊരു മകളുണ്ട്. അമ്മയുടെ രണ്ടാം ഭർത്താവിനെ കുട്ടപ്പായിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൻ അമ്മാവൻ്റെ കൂടെ താമസിക്കുന്നത്. താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെപ്പറ്റി നിനക്കെന്താണ് അഭിപ്രായമെന്ന് മാത്യു ഓമനയോട് ചോദിക്കുന്നു. നിങ്ങൾ നാട്ടുകാരെയൊക്കെ ഒരുപാട് സഹായിച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങൾ മത്സരിച്ചാൽ എന്തായാലും ജയിക്കുമെന്ന് ഓമന പറയുന്നു. മാത്യു അച്ഛൻ ദേവസിയുമായി അത്ര അടുപ്പത്തിലല്ലാത്തതിനാൽ അയാളോട് ഇലക്ഷനെ പറ്റിയൊന്നും അഭിപ്രായം ചോദിക്കുന്നില്ല. എന്നാൽ ആ സമയത്താണ് മാത്യുവിനെതിരെ ഓമന ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യം മാത്യുവും പാർട്ടിക്കാരും അറിയുന്നത്. ഇലക്ഷൻ അടുത്തിരിക്കയാൽ അത് പാർട്ടിയെ ബാധിക്കുമോ എന്ന് എല്ലാവരും ഭയക്കുന്നു. മാത്യു ഒരു ഹോമോസെക്ഷൽ ആണെന്നും അയാൾ തങ്കനുമായി റിലേഷനിലാണെന്നും താനും മാത്യുവുമായി ഭാര്യാഭർത്തൃബന്ധം 20 വർഷത്തിനിടയിൽ വെറും 4 തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും, എന്നാൽ മാത്യു കുടുംബകാര്യങ്ങളെല്ലാം നന്നായി നോക്കാറുണ്ടെന്നും കാണിച്ചാണ് ഓമന ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. ഇതറിഞ്ഞ കുട്ടപ്പായി തങ്കനോട് കാര്യം തിരക്കുന്നു. തങ്കൻ ഉത്തരം പറയാനാവാതെ നിൽക്കുന്നു. ഓമന മാത്യുവിനെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതറിഞ്ഞ് ഓമനയുടെ സഹോദരൻ ടോമി അവിടെ എത്തുന്നു. അയാളും മാത്യുവും തമ്മിൽ നല്ല ബന്ധമാണ്. അയാൾ എല്ലാ കാര്യവും മാത്യുവിനോട് കൂടി ചേർന്ന് ആലോചിച്ചേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ടോമി ഓമനയെ വഴക്കു പറയുന്നു. മാത്യുവിനെയും തങ്കനെയും ചേർത്ത് നീ ഇങ്ങനെയൊക്കെ കഥയുണ്ടാക്കിയാൽ അതെല്ലാവർക്കും നാണക്കേടാണ്. ഭാവിയിൽ നിന്റെ മകൾ ഫെന്നിക്ക് പോലും നല്ല വിവാഹാലോചനകൾ വരില്ല എന്നെല്ലാം അയാൾ പറയുന്നു. ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലേ ഇലക്ഷന് നിന്നത്, എന്നിട്ട് നീ ഇപ്പോൾ കേസ് കൊടുത്തത് എന്തിനാണ്? അത് ഇലക്ഷനെ ബാധിക്കില്ലേ എന്ന് മാത്യു ഓമനയോട് ചോദിക്കുമ്പോൾ, ഇലക്ഷന് നിന്നത് ഇപ്പോഴല്ലേ, ഞാൻ കേസ് കൊടുത്തിട്ട് മാസം 2 നിങ്ങളോട് പറഞ്ഞില്ലെന്നേയുള്ളൂ എന്ന് ഓമന പറയുന്നു. മാത്യുവിനെ ഇലക്ഷന് നിർത്തിയതിൽ എതിർപ്പുള്ള ആളുകൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അവർ കേസിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. താൻ ഇലക്ഷനിൽ നിന്ന് പിന്മാറാമെന്ന് മാത്യു പറയുന്നുണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥിയായി മാത്യുവിനെ തന്നെ മതിയെന്ന് പറയുന്നു. എതിർ പാർട്ടിക്കാർ ഈ കാര്യം പറഞ്ഞ് മാത്യുവിനെ വോട്ടർമാർക്കിടയിൽ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തങ്കനും വലിയ വിഷമത്തിലാണ്. മടിയോടെയാണെങ്കിലും മാത്യു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്നു. മാത്യു ഓമനയോട് തൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നും കേസിന് പോകരുതെന്നും പറയുമ്പോൾ എൻ്റെ അവസ്ഥ അതിലും മോശമാണെന്ന് ഓമന പറയുന്നു. മാത്യു മകളെ കാണാനായി ഹോസ്റ്റലിൽ പോകുന്നു. തന്നെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങൾ അവളെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് അയാൾ അവളെ ചെന്നു കണ്ടത്. എന്നാൽ ഫെന്നി വളരെ തുറന്ന ചിന്താഗതിക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അതൊരു പ്രശ്നമേ അല്ല. അമ്മ കേസ് കൊടുക്കുന്നതിന് മുമ്പേ തന്നോട് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു എന്നും തനിക്കതിൽ വിഷമമൊന്നുമില്ല, പപ്പയും അമ്മയും പിരിയുന്നതിലുള്ള വിഷമമേയുള്ളൂ എന്നും ഫെന്നി പറയുമ്പോൾ മാത്യുവിന് സമാധാനമാകുന്നു. തങ്കനെയും കുട്ടപ്പായിയെയും നാട്ടുകാർ പലതും പറഞ്ഞ് കളിയാക്കുന്നു. അവർക്കത് വലിയ വിഷമമാവുന്നു. മാത്യുവും സിബിനും ചേർന്ന് ഒരു വക്കീലിനെ ചെന്നു കാണുന്നു.
മാത്യു നിരപരാധിയാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കുക എന്നതായിരുന്നു പാർട്ടിക്കാരുടെ ലക്ഷ്യം. ഇലക്ഷൻ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് കേസ് പെട്ടെന്ന് തീർക്കാനാകുമോ എന്ന് നോക്കാമെന്ന് വക്കീൽ പറയുന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല, തനിക്ക് ഓമനയെ പിരിയണമെന്ന് ആഗ്രഹമില്ലെന്നും മാത്യു പറയുന്നു. അങ്ങനെ കേസ് തുടങ്ങുന്നു. ആദ്യം രണ്ടുപേരെയും കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നു. ഓമന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. കേസ് കോടതിയിലെത്തിയപ്പോൾ കേസിനാവശ്യമായ തെളിവുകൾ എത്രയും വേഗം ഹാജരാക്കിയാൽ വേഗം കേസിന്റെ വിധി പറയാമെന്ന് ജഡ്ജി പറയുന്നു. മാത്യുവും തങ്കനും ടൗണിൽ വെച്ച് കാണുന്നുണ്ടെങ്കിലും പരസ്പരം ഒന്നും സംസാരിക്കാനാവാതെ പിരിയുന്നു. അത് അവർക്കിരുവർക്കും വല്ലാത്ത വിഷമമാവുകയും ചെയ്യുന്നു. തങ്കനും മാത്യുവിന്റെ അച്ഛൻ ദേവസിയും തമ്മിൽ കാണുന്നുണ്ടെങ്കിലും തങ്കന് അയാളെ നേരിടാനാവുന്നില്ല. ടോമി പള്ളി വികാരിയെയും ഇടവകക്കാരെയും കൂട്ടി ഓമനയുടെ വീട്ടിലെത്തുന്നു. ഓമനയോട് സംസാരിച്ച് കേസ് പിൻവലിപ്പിക്കണമെന്നാണ് അയാൾ കരുതിയത്. എന്നാൽ ഓമന തന്റെ തീരുമാനം മാറ്റുന്നില്ല. തന്റെ സുഖവും സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ടോമി ഇനിയെങ്കിലും തന്റെ കൂടെ നിൽക്കണമെന്ന് ഓമന പറയുന്നു. കോടതിയിൽ മാത്യുവിന്റെ വക്കീൽ ഓമനയെ വിസ്തരിക്കുന്നു. ഭർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെങ്ങനെയാണ് മകൾ ഉണ്ടായതെന്ന് വക്കീൽ ചോദിക്കുന്നു. താൻ നിർബന്ധിച്ച് വാങ്ങിയ കുട്ടിയാണ് ഫെന്നിയെന്ന് ഓമന പറയുന്നു. തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായെങ്കിലും തങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചത് വെറും 4 തവണ മാത്രമാണെന്നും ആദ്യമേ തന്നെ ഭർത്താവ് ഹോമോസെക്ഷലാണെന്ന് മനസ്സിലായെന്നും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തതെന്നും തന്നെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരുമുണ്ടായില്ലെന്നും ഓമന പറയുന്നു. സ്വന്തം അച്ഛനോട് താൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ പോലും തന്നെ വഴക്കു പറയുകയാണ് ചെയ്തതെന്നും ഓമന പറയുന്നു. ഇതെല്ലാം സമൂഹത്തോട് തുറന്നു പറയാനും ഡിവോഴ്സിന് ശ്രമിക്കാനുമുള്ള ധൈര്യം ഓമനയ്ക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇതെല്ലാം പുറത്തറിയുമ്പോൾ തൻ്റെ ഭർത്താവിനെ എല്ലാവരും മോശക്കാരനും ക്രിമിനലുമായി കാണുമോ എന്ന ഭയവും അവൾക്കുണ്ടായിരുന്നു എന്ന് ഓമനയുടെ വക്കീൽ വാദിക്കുന്നു. എന്നാൽ മാത്യു ഇതൊന്നും സമ്മതിക്കുന്നില്ല. അയാൾ വക്കീലിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായി മറുപടി പറയുന്നില്ല. ഒരു ദിവസം ടോമി മാത്യുവിനെ വന്ന് കാണുന്നു. ഓമനയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പ്രണയമുണ്ടായിരുന്നു. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ മാത്യുവിനെ വിവാഹം ചെയ്തത്. ആ കല്യാണത്തിലൂടെ അവൾക്ക് സന്തോഷവും സമാധാനവും ലഭിച്ചതുമില്ല. ഓമനയെ പ്രണയിച്ചയാൾ ഇന്നും അവിവാഹിതനായി കഴിയുകയാണ്. ഇനിയെങ്കിലും അവൾ സന്തോഷിക്കട്ടെ, അതിനാൽ താൻ ഓമനയോടൊപ്പം നിൽക്കുമെന്ന് ടോമി പറയുമ്പോൾ മാത്യുവിന് വളരെയധികം ദുഃഖം തോന്നുന്നു. മാത്യുവിൻ്റെ അച്ഛൻ ദേവസി ഓമനയോട് സംസാരിക്കുന്നു. തീരുമാനം മാറ്റണമെന്ന് അയാൾ അപേക്ഷിക്കുമ്പോൾ, സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും കല്യാണം കഴിച്ചാൽ ഭർത്താവിനെ കിട്ടും, പക്ഷേ എനിക്ക് ഒരു അച്ഛനെയാണ് കിട്ടിയത്. എൻ്റെ സ്വന്തം അച്ഛനേക്കാൾ ഈ അച്ഛനെ എനിക്കിഷ്ടമാണ്. പക്ഷേ മാത്യുവുമായി ഇനിയും മുന്നോട്ടു പോകാൻ തനിക്ക് കഴിയില്ല എന്ന് ഓമന പറയുന്നു. തങ്കൻ ബാറിലിരുന്ന് തൻ്റെ സുഹൃത്തിനോട് വിഷമങ്ങൾ പറയുന്നു. തൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നുണ്ടെന്നും അവരുടെ വീട്ടുകാർക്കെല്ലാം ഇപ്പോൾ നല്ല ധൈര്യമാണ്, പെൺകുട്ടികൾ തൻ്റെ അടുത്ത് വന്നാൽ പേടിക്കേണ്ടതില്ലെന്ന് അവർക്കറിയാം എന്നെല്ലാം തങ്കൻ സങ്കടപ്പെടുന്നു. തന്നെപ്പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ സമൂഹത്തിലുണ്ടെന്ന് പറഞ്ഞ് തങ്കൻ കരയുന്നു. ആ സമയം കുട്ടപ്പായി ബാറിൽ നിന്നും ഛർദ്ദിക്കുന്നത് അവർ കാണുന്നു. അമ്മാവൻ്റെ പേര് പറഞ്ഞ് എല്ലാവരും തന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുന്നു. തങ്കൻ അവനെ ആശ്വസിപ്പിക്കുന്നു. കേസ് നടക്കുന്നതിനിടയിൽ ഒരു സാക്ഷിയെ വിസ്തരിക്കാനുണ്ടെന്ന് ഓമനയുടെ വക്കീൽ പറയുന്നു. അത് മാത്യുവിൻ്റെ അച്ഛൻ ദേവസി ആയിരുന്നു. തൻ്റെ മകൻ ഒരു ഹോമോസെക്ഷലാണെന്ന് തനിക്ക് വളരെ കാലം മുമ്പ് തന്നെ മനസ്സിലായെന്നും തൻ്റെ നിർബന്ധപ്രകാരമാണ് മാത്യു ഓമനയെ വിവാഹം ചെയ്തതെന്നും ദേവസി തുറന്നു പറയുന്നു. അതോടെ മാത്യു ഹോമോസെക്ഷലാണെന്നും ഓമനയുടെ ആവശ്യം ന്യായമാണെന്നും കോടതി മനസ്സിലാക്കുന്നു. തങ്കൻ കുട്ടപ്പായിയെ അവൻ്റെ അമ്മയുടെ കൂടെ വിടുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മാത്യു അച്ഛനോട് സംസാരിക്കുന്നു. ഡോക്ടർ പണ്ടേ പറഞ്ഞതല്ലേ ഞാൻ ഹോമോസെക്ഷലാണെന്ന്. കല്യാണത്തോടെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് ഇപ്പോൾ എന്തായി? ഞാൻ കാരണം പാവം ഓമനയുടെ ജീവിതവും നശിച്ചില്ലേ എന്ന് മാത്യു പറയുന്നു. എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് ദേവസി മകനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇതെല്ലാം ഓമന കേൾക്കുന്നുണ്ടായിരുന്നു. മാത്യു ഓമനയോട് മാപ്പ് പറയുന്നു. ഞാൻ ഇങ്ങനെയാണെന്ന് എല്ലാവരോടും പറയണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ പേടി കാരണം പറയാൻ പറ്റിയില്ല എന്ന് മാത്യു പറയുന്നു. എനിക്ക് മാത്രം രക്ഷപ്പെടാനല്ല ഞാൻ കേസ് കൊടുത്തത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് അവൾ മാത്യുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും ആഴത്തിലുള്ള ആത്മബന്ധം ഉണ്ടായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു. മാത്യുവും ഓമനയും ഡൈവോഴ്സ് ആവുന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ആത്മബന്ധം നിലനിൽക്കുന്നു. ഇലക്ഷൻ പ്രചരണത്തിന് ഓമനയും ഫെന്നിയും കൂടി മാത്യുവിനൊപ്പം ചേരുന്നു. അങ്ങനെ മാത്യുവിൻ്റെ കുടുംബം അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് മാത്യു ഓമനയെ പ്രണയിച്ചിരുന്നയാളെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ അയാളെ ഏൽപ്പിക്കുന്നു. അതിന് ഫെന്നിയുടെ സപ്പോർട്ടുമുണ്ട്.
ഓമനയെ ശരിയായ കൈകളിൽ ഏൽപ്പിച്ചെന്ന് ആശ്വാസം തോന്നിയെങ്കിലും അവളെ തനിക്ക് നഷ്ടമായതോർത്ത് മാത്യു വല്ലാതെ ദുഃഖിക്കുന്നു. പുറത്തിറങ്ങിയ മാത്യുവിനെ കാത്ത് തങ്കൻ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ ജീവിതവും സന്തോഷവും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു തങ്കൻ. ഹോമോസെക്ഷുവാലിറ്റി ഒരു തെറ്റല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. മാത്യു ചരിത്ര വിജയം നേടുന്നു. ഓമനയും മാത്യുവും തങ്ങൾക്കിഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നതോടെ സിനിമ അവസാനിക്കും. അവതരണം ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. താങ്ക്